പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ പരിശോധിക്കാൻ പോകുന്നത് നമ്മുടെ ഫോണിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, അല്ലെന്നുണ്ടെങ്കിൽ ആപ്ലിക്കേഷന്റെ പെർമിഷൻ കൊടുത്തതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, എന്തൊക്കെ നമ്മുടെ ഫോണിന്റെ എല്ലാ കാര്യങ്ങളും ഹിസ്റ്ററികളെല്ലാം അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു വഴിയാണ്. എന്തായാലും നമുക്ക് അതെങ്ങനെയാണ് നോക്കുന്നത് കാര്യങ്ങളെല്ലാം നമുക്ക് വീഡിയോ കണ്ട് മനസ്സിലാക്കാം. എപ്പോഴും പറയുമ്പോൾ യൂട്യൂബിലാണ് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക. ഇത് നിങ്ങൾ ഫേസ്ബുക്കിലാണ് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഈ പേജ് ഒന്ന് ഫോളോ ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. എന്തായാലും നമുക്ക് അതെങ്ങനെയാണെന്ന് നോക്കാം. വീഡിയോയിലേക്ക് പോകാം. ചില ഫോണിലെ സെറ്റിംഗ്സിൽ നമുക്ക് ചില കാര്യങ്ങളൊക്കെ നോക്കാം. എന്നാലും എല്ലാ ഫോണിലും നമുക്ക് സെറ്റിംഗ്സിൽ കാര്യങ്ങളൊന്നും നോക്കാൻ സാധിക്കത്തില്ല. അതിന് വേണ്ടിയിട്ട് നമുക്കൊരു ചെറിയൊരു ആപ്ലിക്കേഷന്റെ സഹായം ആവശ്യമാണ്. എല്ലാ ഫോണിലും നമുക്കത് പരിശോധിക്കാൻ വേണ്ടിയിട്ട്. അതിന് നമ്മൾ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്തതിനു ശേഷം നമ്മുടെ സെർച്ച് ബാറിൽ ടെസ്റ്റ് യുവർ ഫോൺ ആപ്പ് എന്നിട്ട് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്കിങ്ങനെ ഈ മാർക്ക് ചെയ്തിരിക്കുന്ന ആപ്ലിക്കേഷൻ കിട്ടും. അത് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുക. ഇത് 6 MB അകത്തുള്ള ഒരു ചെറിയൊരു ആപ്ലിക്കേഷനാണ്. എന്തായാലും നമുക്കത് ഓപ്പൺ ചെയ്ത് നോക്കാം. നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെ കാണാൻ സാധിക്കും. ഇതിൽ ഫസ്റ്റ് തന്നെ നമുക്ക് ഫോണിന്റെ CPU അറിയാൻ സാധിക്കും. അതിനുശേഷം നമുക്ക് ഇവിടെ സ്റ്റോറേജ് കാണാൻ സാധിക്കും. അതുപോലെ റാം കാണാൻ സാധിക്കും. ഇതെല്ലാം നമ്മൾ സെറ്റിംഗ്സിൽ കയറി കഴിഞ്ഞാൽ ഓരോ ഭാഗത്ത് പോയാണ് നമ്മൾ നോക്കേണ്ടത്. പക്ഷെ ഇതിൽ ഒരുമിച്ച് തന്നെ നമുക്കിത് അറിയാൻ സാധിക്കും. പിന്നെ നമ്മുടെ ബാറ്ററിയുടെ ലെവൽ അറിയാൻ സാധിക്കും. പിന്നെ നെറ്റ്വർക്കിന്റെ ലെവൽ അറിയാൻ സാധിക്കും. അതിനുശേഷം നമുക്ക് ടെസ്റ്റസ് എന്ന് പറയുന്ന രണ്ടാമത്തെ ഓപ്ഷന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ സ്ക്രീൻ നമുക്ക് ടെസ്റ്റ് ചെയ്യാം കേട്ടോ. അപ്പൊ നമുക്ക് സ്ക്രീനിൽ എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടോ എന്ന്, ഇതുപോലെ എല്ലാ കളറും വരുന്നുണ്ടോ എന്നുള്ള എല്ലാം നമുക്ക് ടെസ്റ്റ് ചെയ്യാവുന്നതാണ്. അത് പോയിട്ട് നമുക്കിവിടെ ആഡിയോ ടെസ്റ്റ് ചെയ്യാം. ഇതുപോലെ ആഡിയോ ടെസ്റ്റ് ചെയ്യാം. അത് പോയിട്ട് നമ്മുടെ ക്യാമറ, നമ്മുടെ സിമ്മുകളുടെ കാര്യങ്ങളെല്ലാം ഇവിടെ നമുക്ക് അറിയാൻ സാധിക്കും. അത് പോയിട്ട് ഡിവൈസിന്റെ ഇൻഫോം നമുക്ക് ഇവിടെ അറിയാൻ സാധിക്കും. ടൂൾസ് എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ വോയിസ് റെക്കോർഡ് ഉണ്ട്, സ്റ്റോപ്പ് വാച്ചസ് ഉണ്ട്. ഫോണുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇതിലുണ്ട് കേട്ടോ. ഒരു ആപ്ലിക്കേഷനകത്ത് തന്നെ എല്ലാ കാര്യങ്ങളും ഉണ്ട്. ലാസ്റ്റ് നമുക്ക് ആപ്സ് എന്നുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിൽ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള ആപ്ലിക്കേഷൻ എല്ലാം ഇവിടെ കാണാൻ സാധിക്കും. ഇവിടെ നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ഇവിടെ 3 ഡോട്ട് കാണാൻ സാധിക്കും. അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെർമിഷൻ ഇവിടുന്ന് കൊടുക്കുകയും കൊടുത്ത പെർമിഷൻ ഏതെങ്കിലും മാറിപ്പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യുകയും കാര്യങ്ങളെല്ലാം ചെയ്യാം. ഇവിടെ ആപ്ലിക്കേഷൻ ആവശ്യമില്ലാത്ത ആപ്ലിക്കേഷൻ അൺഇൻസ്റ്റാൾ ചെയ്യാനുള്ള ഓപ്ഷനും ഇവിടെ ഉണ്ട് കേട്ടോ. അതായത് ആപ്ലിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്. ഇതുപോലെ നമ്മുടെ ഫോണുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും, എന്തെങ്കിലും തകരാറുണ്ടോ കാര്യങ്ങളെല്ലാം നമുക്കിത് ഈ ആപ്ലിക്കേഷൻ മുഖേന നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. എന്തായാലും നിങ്ങൾക്ക് ഇത് ആവശ്യമാണെങ്കിൽ ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി എത്തുന്നവരെ ഗുഡ് ബൈ. MK ചോയ്സ്.